ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലച്ചുട്ടി ഫാമിലി എന്ന കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് മാറിട പ്രദർശനം. അതാണിപ്പോൾ സമൂഹത്തിൽ നടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ ഞാനിത് യാദൃശ്ചികമായിട്ട് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ പെണ്ണായ എനിക്ക് പോലും ലജ്ജ തോന്നിപ്പോയി. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ. ഈ നമ്മുടെ മാറിടം, അതായത് നമ്മുടെ പച്ചയ്ക്ക് തന്നെ പറയാം, മൂലകൾ എന്തിനുള്ളതാണ്? അത് നമ്മൾ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു എന്താ പറയുക, അമ്മയാവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ. പണ്ടുള്ള അമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിരുന്നത് മാറിടത്ത് തുണി മറച്ചുകൊണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതാരും ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോസൊക്കെ കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് വരെ ആണുങ്ങൾ ടിക്കറ്റ് എടുത്ത് പോകുന്നുണ്ട്. DJ ഡാൻസ് എന്നൊരു പേരും പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രദർശനങ്ങൾ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ ആളുകളെ വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെ ഇറക്കുന്നതാണെന്ന്. എന്താ അവളുടെ പേരെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അവളുടെ ആ ഒരു മാറിടത്തിൻ്റെ വലിപ്പം, അതൊക്കെ സർജറി അങ്ങനെ മറ്റുള്ള എന്തൊക്കെയോ പരിപാടികളിലൂടെ വലുതാക്കുന്ന, അല്ല അതൊന്നും അത്രയും വലിയ സാധനമൊന്നും ആർക്കും ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഇങ്ങനെ നമ്മൾ മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് മാന്യമായിട്ട് മൂടിക്കെട്ടല്ല, അതിന് ഒരു ഇതൊക്കെ കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്ര മാന്യത ഉണ്ട്. മറ്റുള്ള സ്ത്രീകൾക്ക് അതൊരു നാണക്കേടുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടപ്പോൾ ലജ്ജ തോന്നുകയാണ് ചെയ്യുന്നത്. ഇത് കാണാനായിട്ട് ഇപ്പോൾ തന്നെ യൂട്യൂബിൽ അനവധി ലൈവുകൾ നടക്കുന്നുണ്ട് അല്ലേ? കാല് കാണിച്ചിട്ടും കൈ കാണിച്ചിട്ടും അവിടെ കാണിച്ചിട്ടും ഇവിടെ കാണിച്ചിട്ടും ഒരു സാധാരണ ലൈവിൽ ഒരാളുണ്ടാവില്ല. ഇങ്ങനത്തെ ലൈവുകളിൽ മെമ്പർഷിപ്പ് ലൈവ് എടുത്തിട്ടും അല്ലാതെയും പൈസ മുടക്കിയിട്ട് കയറി മണിക്കൂറോളം സമയം ഇരുന്ന് കാണും. അവരിപ്പോൾ കാണിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ അവരത് കാണിക്കലുണ്ടാവില്ല. അങ്ങനെ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയാണ് സ്ത്രീകൾ ചെയ്യുന്നത്. ഒരു കുടുംബത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണും ഇങ്ങനെ മാന്യതയില്ലാതെ ഒരു പ്രദർശന വസ്തുവായിട്ട് നിൽക്കില്ല. അപ്പോൾ അവരുടെ വീട്ടിലെ സാഹചര്യം, വീട്ടിൽ നിന്ന് പഠിച്ചിട്ടുള്ള കൾച്ചർ, ഇതൊക്കെയാണ് ഇവർ സമൂഹത്തിൽ കാണിക്കുന്നത്. ഇത് കാണാനായിട്ട് ചെറിയ മക്കൾ മുതൽ കിടക്കപ്പായി കിടക്കുന്നവരെ വരെ പോകുന്നുണ്ട് അല്ലേ? സത്യം പറയാൻ നമ്മൾ യൂട്യൂബായാലും ഫേസ്ബുക്കായാലും എന്ത് തുറന്നാലും ഇങ്ങനത്തെ ഒക്കെ വീഡിയോസുകൾ കാണുമ്പോൾ മക്കൾക്കത് കാണാനുള്ള ആകാംക്ഷ ഉണ്ടാവും. കാരണം അവർക്ക് ചെറുപ്രായത്തിൽ അത് എന്താണ് ഏതാണെന്നുള്ള അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാവും. ഇപ്പോൾ ഏത് മക്കളുടെ കയ്യിൽ മൊബൈലില്ലാത്തത്? ഇവളീ തുള്ളി കളിച്ച് ഇവളുടെ മാറിടം മൊത്തം പുറത്ത് കാണിച്ചിട്ടാണ് ആ ഒരു സ്റ്റേജിൽ കിടന്ന് തുള്ളുന്നത്. ഇത് കാണാനായിട്ട് അവിടെ അനവധി ആണുങ്ങൾ പൈസയും മുടക്കി ടിക്കറ്റ് കൊടുത്ത് കയറിയിരുന്ന് കാണുന്നുണ്ട് അല്ലേ? എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ആ സ്ഥാനത്ത് നമ്മൾ ആ ഒരു പുരുഷന്മാരുടെ അടുത്ത് ഒരു 100 രൂപ വായ്പ ചോദിച്ചാൽ അവരുടെ അടുത്ത് ഉണ്ടാവില്ല. വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാൻ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇങ്ങനെ പോകാൻ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ പൊന്നു സഹോദരന്മാരോട് പറയാനുള്ള ഒന്നേ ഉള്ളൂ. കണ്ണി കണ്ട സ്ത്രീകൾക്ക് സാധനങ്ങൾ കാണാൻ പോകുന്നതിലും നല്ലത് സ്വന്തം ഭാര്യയുടേത് തന്നെ. എല്ലാവരുടെയും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ചെറിയ വലിപ്പ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. തൻ്റെ വീട്ടിലിരിക്കുന്ന നല്ലൊരു നിധിയെ ഉപേക്ഷിച്ചാണ് നമ്മൾ മറ്റൊരിടം തേടിപ്പോകുന്നത്. അപ്പോൾ എല്ലാവരും പറയും, ദിവസം ഒരു ചോറുണ്ടിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ദിവസം ആ ചോറ് തിന്നുന്നതിനും ഒരു മാന്യത ഉണ്ട്. അതാദ്യം മനസ്സിലാക്കണം. മനസ്സിലായോ? നമുക്ക് ജീവിതകാലം മുഴുവൻ ആ ചോറ് തിന്നാൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അത് നമ്മൾ ആസ്വദിക്കേണ്ട രീതിക്ക് നമ്മൾ ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത് കാലാകാലം ഉണ്ടാവും. നിങ്ങൾ ഇതിലൊക്കെ പോയി വന്നിട്ടും നിങ്ങളൊരു ഭാഗത്ത് സുഖമില്ലാതെ കിടന്നു എന്ന് വിചാരിച്ച് നോക്കൂ. ആ സുഖമില്ലാതെ കിടക്കുമ്പോൾ നിങ്ങളുടെ ഈ വീട്ടിലുള്ള ഭാര്യ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും അല്ലേ? ഈ പറയുന്ന പൈസ കൊടുത്ത് പോയോള് വരുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് മാറിടം കാണിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അപമാനമായിക്കൊണ്ട് ഈ വൃത്തികെട്ട ലക്ഷണം കെട്ട പെണ്ണുങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. സമൂഹത്തിലെ ആണുങ്ങൾ മൊത്തത്തിൽ വഴിതെറ്റിക്കുകയാണ് ചെയ്യുന്നത്. പൈസയ്ക്ക് വേണ്ടി എന്തും അവർ ചെയ്യും അല്ലേ? അപ്പോൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും മനുഷ്യർ മനസ്സിൽ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മോന്, ഒരു 17-18 വയസ്സായൊരു മോന് രേണുസുധിയുടെ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോനൊക്കെ ആ ഒരു രേണുസുധിയുടെ
എല്ലാ ഭാഗങ്ങളെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ എത്രത്തോളം എത്തിയെന്ന് ചിന്തിച്ച് നോക്കൂ. അതൊന്നും ശരിക്കും നമ്മൾ അച്ഛനമ്മമാരെന്ത് ചെയ്യുന്നു അതാണ് നമ്മുടെ മക്കളും ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും മാന്യമായിട്ട് ജീവിക്കാൻ ഞാനിപ്പോൾ എല്ലാവരുടെയും ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യം തന്നെയാണ്, പേഴ്സണാലിറ്റിയാണ്, വസ്ത്രം എങ്ങനെ ധരിക്കണം, അവരെങ്ങനെ നടക്കണം എന്നുള്ളതൊക്കെ അവർ ചോയ്സ് തന്നെയാണ്. പക്ഷേ ഇതുപോലെ വല്ലാത്ത ചോയ്സായിപ്പോയി. സത്യം പറയുകയാണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അറപ്പാണ് തോന്നിയത്, അറപ്പ്. ആ ഒരു ഫോട്ടോ ഒന്ന് ഞാൻ ഫസ്റ്റ് വെച്ചിട്ടുണ്ട്, ഫോട്ടോ മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ, വീഡിയോസ് ഞാൻ വെച്ചിട്ടില്ല. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ശ്രദ്ധിക്കുക, താൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷാണ് ഇങ്ങനത്തെ ഓരോ പരിപാടിക്കായിട്ട് പോകുന്നത്. അത് കളയാതിരിക്കാൻ ശ്രമിക്കുക. താൻ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ തനിക്ക് ആരും ഉണ്ടാവില്ല എന്ന് പുരുഷന്മാർ മനസ്സിലാക്കുക. ലേഡീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരവരുടെ എല്ലാ സാമാനും പുറത്ത് കാണിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഇങ്ങനത്തെ ഇതൊന്നും കാണാതിരിക്കുക. അങ്ങനെയൊക്കെ വീഡിയോസ് ഉണ്ടെങ്കിൽ മക്കൾ അങ്ങനത്തെ ഒക്കെ കാണുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ ബൈ.